രേണു വല്ല പിന്നെ കൊലപാതകം ചെയ്ത ആളാണ്? അല്ല. എന്തെങ്കിലും മോഷ്ടിച്ച ഒരാളാണ്? അല്ല. നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ എത്രയോ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്. ഒരു സാധാരണ 100 ഗ്രാമേ ഉള്ള കൊച്ചി കല്ലെറിയുമ്പോ ഓർക്കണം, അത് കൊള്ളാനുള്ള പ്രാണി അതിനുണ്ടാകുന്നു. ജീവിച്ചു പോട്ടെ. ഓക്കെ ചേച്ചി, താളത്തിലൊന്ന് ബോഡി ഷേവിംഗ് ചെയ്ത് വിട്ടതാണ്. കല്ലെറിയാൻപോ കൊള്ളാനുള്ള ഒരു ത്രാണിയില്ല, പുള്ളിക്കാരി 100 ഗ്രാമേ ഉള്ളൂ എന്നുള്ളത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ 100 ഗ്രാമേ ഉള്ളൂ എന്ന് പറയുന്നത് നീ ഒരു 1000 കിൻഡലുണ്ടല്ലോ എന്ന് പറയുന്നതും ബോഡി ഷേമിംഗ് ആണ്. അത് മെലിഞ്ഞ ഒരാളെ സ്നേഹത്തോടെ പറയുന്നതാണെങ്കിലും തടിച്ച ഒരാളെ സ്നേഹത്തോടെ പറയുന്നതാണെങ്കിലും ഷെയ്മിങ് തന്നെയാണ്. അപ്പം ചേച്ചി താളത്തിലൊന്ന് ബോഡി ഷേമിംഗ് ചെയ്തതാണ് 100 ഗ്രാമേ ഉള്ളൂ എന്നുള്ളത്. പോട്ടെ, അറിയാത്തതുകൊണ്ടായിരിക്കാം. ബാക്കി ദയവായി ഒരു മനുഷ്യജീവി ജീവിച്ചു പോട്ടെ. അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ, സഹോദരങ്ങളെ എന്നെ കാണുന്ന നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. നമ്മൾ എല്ലാവരും 100-ൽ 100 മേടിച്ച് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജീവിതം അല്ല, എല്ലാവരും 100-ൽ 100 വാങ്ങിയ സക്സസ് ആയ ആൾക്കാരൊന്നും അല്ല. പക്ഷേ ബാക്കി കേട്ടിട്ട് പറയാം. ഞാൻ തുടങ്ങുന്നതേ ഉള്ളത്, അതിനു മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലാതെ അതിന്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ശരിയായിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. അപ്പം ശരിയായിട്ടുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ വിമർശിക്കാൻ സാധിക്കുള്ളൂ എന്നല്ലേ ചേച്ചി അവിടെ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പാസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ശരിയാണോ? ആണോ? ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ശരിയാണോ? ഈ ശരിയല്ലാത്ത ആൾക്കാരൊക്കെ തലപ്പത്ത് കയറിയിരുന്ന് ഭരണം നടത്തുന്നത് കൊണ്ടായിരിക്കുമോ ഇനി ബാക്കിയുള്ളവരെല്ലാം ശരിയല്ലാത്തത്? അല്ലേ? ഇപ്പൊ ചേച്ചി പറഞ്ഞതിലൊരു ധ്വനി അതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുമില്ല. ശരിയുള്ളവരോ തെറ്റുള്ളവരോ, ഇപ്പം തെറ്റ് ചെയ്ത ഒരാളാവട്ടെ എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടി ചെയ്തേക്കുക. നമുക്ക് 10K അടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ബാക്കിയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ 10K അടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സുധിയച്ചൻ്റെ റിതപ്പൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ആ ഒരു യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനിന്ന് റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു ചാനലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ രേണു എന്ന് പറയുന്ന ആ പുള്ളിക്കാരിയുടെ സഹോദരി ആവാനാണ് സാധ്യത. കാരണം പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിനകത്ത് ഈ ഒരു ഇത് ലിങ്ക് ചെയ്ത് വെച്ച സംഭവം ഞാൻ ഇതിനു മുമ്പ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചില സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കൊടുക്കുന്നില്ല, അഥവാ എങ്ങാനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ സാധ്യത ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചിലപ്പോൾ സ്ട്രൈക്ക് അടിച്ചെന്നൊക്കെ വരും. ഒരു വീഡിയോ ആണേ, ഈ ഒരു അമ്മ പറയുന്ന ഒരു വീഡിയോനെ കുറിച്ചിട്ടോ. എൻ്റെ അമ്മയെ ബ്രാക്കറ്റിൽ രേണുസുതി എന്ന് കൊടുത്തിട്ടുണ്ട്. കുറിച്ച് ഈ ചേച്ചി പറയണത് സത്യമല്ലേ? 5 വയസ്സ് മാത്രമുള്ളൊരു റിതപ്പൻ ഈ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തി എത്തിയോ? ഇതൊക്കെ ആ പയ്യൻ തന്നെ ടൈപ്പ് ചെയ്ത് വിട്ടതാണോ? എൻ്റെ അമ്മയെ എന്ന് പറയുമ്പം റിതപ്പൻ ചെയ്തിരിക്കാനാണ് സാധ്യത. അടുത്തൊരു വീഡിയോയും കൂടെ കാണിക്കാം. ഈ ഒരു ചേച്ചിയുടെ വീഡിയോ, ഈ ഒരു വീഡിയോയ്ക്കകത്തും എഴുതി വച്ചേക്കുന്നത് എൻ്റെ അമ്മയെ ഇതുപോലെ ദ്രോഹിക്കരുതേ. അതായത് റിതപ്പൻ സമൂഹത്തിനോട് പറയുന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ള പല ക്യാപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ചോദ്യം. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളോ അവൻ്റെ അമ്മേനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അറിയാനോ മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ സാധിക്കാത്തൊരു പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ രേണുസുതിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ റിതപ്പന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ഒരു ചാനലിനകത്തൂടെ എൻ്റെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറയരുതേ, എൻ്റെ അമ്മയെ ദ്രോഹിക്കരുതേ, എൻ്റെ അമ്മയെ അങ്ങനെ ചെയ്യല്ലേ, എൻ്റെ അമ്മയെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻസിലോടുകൂടി പോസ്റ്റ് ചെയ്യുന്നതിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ട് നെഗറ്റീവ് പറയാൻ വരുന്ന ആളുകളും നെഗറ്റീവ് അടിച്ചോളൂ കേട്ടോ. ഓക്കെ, എല്ലാം പോട്ടെ. ഇന്നലെ കർത്തവാവായിരുന്നു. ആ സമയത്ത് കിച്ചു അവന്റെ ഫാമിലി എല്ലാവരും കൂടെ ബലിയിടാൻ വേണ്ടി പോയി. അപ്പം സുധിച്ചേട്ടന് അത്രയും മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ, ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവരുടെ പേര് അങ്ങനെ പറയുന്നത്. ആ ഒരു സ്ത്രീ അന്നേ ദിവസം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് കിടപ്പുണ്ട്. സുധിയുടെ ആത്മാവിന് എന്താണ് ശാന്തി മോക്ഷം അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ ബലിയിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം സുധിയുടെ മകനും സഹോദരനും അവരുടെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാവരും കൂടെ പോയി ബലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്ത് കാണാനിടയായി. ഞാനത് ഇവിടെ കൊടുക്കുന്നില്ല. ആ ഒരു വീഡിയോയില് കിച്ചു പറഞ്ഞു അച്ഛനെ ഇങ്ങനെ ബലിയിടാറുണ്ട്, അതായത് പള്ളിയിൽ അടക്കി എന്ന് മാത്രമേ ഉള്ളൂ,
അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ കിച്ചു അവരുടേതായ ആ ഒരു ആചാര അനുഷ്ഠാന രീതികളിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം സുധി മതം മാറാതെയാണ് പള്ളിയിൽ അടക്കിയെന്നൊക്കെ രേണു പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ബിഷപ്പ് ഇപ്പം അടുത്ത രംഗത്ത് വന്ന് പറയുകയുണ്ടായി. അങ്ങനെ എന്താണ് പള്ളിയിൽ അടക്കാനുള്ള സ്ഥലം കൊടുക്കും, അത് ബിഷപ്പിന്റെ അനുവാദത്തോടു കൂടി കൊടുക്കും. അത് അതായത് അവരുടെ മതത്തിൽ തന്നെ ആയിരിക്കെ അടക്കാൻ സ്ഥലമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ കുറച്ച് സ്ഥലം കൊടുക്കും, അടക്കാൻ വേണ്ടി ഇച്ചിരി സ്ഥലം കൊടുക്കും. പക്ഷെ അതൊരു ക്രിസ്ത്യൻ മത ആചാര പ്രകാരമായിരിക്കത്തില്ല ആ അടക്കങ്ങളും കാര്യങ്ങളും സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുക എന്നുള്ളത് ബിഷപ്പ് അവരുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ഇപ്പം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പള്ളി അടച്ചുപൂട്ടി. ആ പള്ളിയുടെ ചർച്ച് റിഫോമർ 2 മാസമായിട്ട് ജയിലിനകത്താണ്. അവിടെ ആ പള്ളി സെമിത്തേരിയിൽ അടക്കിയിട്ടുള്ള അത്രയും മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ആളുകൾ, അത്രയും ആളുകളുടെ ആത്മാവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിശ്വാസപ്രകാരം എല്ലാം ഇങ്ങനെ ഒരു അനാഥപ്രേതങ്ങളെ പോലെ അങ്ങനെ കിടക്കുന്നു. വിസിറ്റേഴ്സിന് പോകാനോ കാണാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാത്ത വിധത്തിൽ എന്താണ് തെമ്മാടിക്കുഴി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് പോലെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ ഈ രേഷ്മ പി തങ്കച്ചൻ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹം ആ ഒരു പള്ളിയിൽ തന്നെ അടക്കം ചെയ്യാനുള്ളത്? സുധിയുടെ മകൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുകയുണ്ട്. അന്ന് അവന് തിരിച്ചറിവില്ലാത്ത പ്രായമാണ്. ആരൊക്കെ എന്തൊക്കെയോ ചോദിച്ചു, അവൻ അതിന് സമ്മതം മൂളി. പക്ഷെ അവന് തിരിച്ചറിവില്ലാത്ത പ്രായമാണെങ്കിലും അവിടെ കറക്റ്റായിട്ട് തീരുമാനമെടുക്കാൻ ഏറ്റവും യോഗ്യ അവരുടെ അമ്മയായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മയായിരുന്നു. അവിടെ ആ അമ്മയോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് കൊല്ലത്തുനിന്ന് സുധിയുടെ മൃതദേഹം കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഡെഡ് ബോഡി പോലും കൊല്ലത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു നോക്കവേ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബിഷപ്പിനെ കുറിച്ചിട്ട് ഇപ്പൊ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധീനും ബിഷപ്പിനെയും കുറിച്ചിട്ട് ഒരുപാട് അനാവശ്യങ്ങൾ പറയുന്നതായിട്ട് ബിഷപ്പ് തന്നെ നേരിട്ട് വന്ന് പറയുകയുണ്ട്. അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ കൊടുക്കാം. രേണു സുധിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യർ ഒന്ന് ഓർക്കണം. രേണു സുധി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരവുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താ ആവശ്യത്തിനല്ലേ ഊഞ്ഞാല ഊഞ്ഞാല എല്ലാവരെയും ആട്ടി വിടാണ് ഗൈസ്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ചെറിയൊരു ആട്ട് നമ്മുടെ ബിഷപ്പിനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ബിഷപ്പിനെയും ഈ രേഷ്മ പി തങ്കച്ചനെയും കുറിച്ചിട്ട് ആളുകൾ അപവാദം പറഞ്ഞു പരത്തുന്നത്. ആ പുള്ളിയുടെ ഫാമിലി അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ രേഷ്മ പി തങ്കച്ചനെ കൊണ്ടുണ്ടായ വയ്യാവേലിയാണ്. ബിഷപ്പിനെ തെറി പറയുന്ന ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറവാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നന്നായിട്ട് ബിഷപ്പിനെ പൊങ്കാലിടുന്നുണ്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ രണസന എന്ന് പറയുന്ന പുള്ളിക്കാരി അത്യാവശ്യത്തിന് കുറച്ചു പേരുടെ ഉള്ളിലെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സൃഷ്ടിച്ച് ഒരു ഫാൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇന്റർവ്യൂ പറഞ്ഞു 50,000 രൂപ ക്യാൻസർ രോഗിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവര് പിരിച്ചു എന്നൊക്കെ. അപ്പോഴും നിങ്ങൾ ആ ഫസ്റ്റത്തെ ചേച്ചി പറഞ്ഞ അത് മനസ്സിൽ വേണം കേട്ടോ. കല്ലെറിയുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ത്രാണി ഇല്ലാത്തൊരു പാവം പിടിച്ച കൊച്ചാണ്. എട്ടും പൊട്ടും തിരിയില്ല, ലോകം കാണുന്നേ ഉള്ളൂ. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ വേണം. ഓക്കെ, അതിൽ തന്നെ താജുദ്ദീന്റെ ഒരു വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഉണ്ട് ചുമ്മാ ഒന്നും ഞാൻ പറയത്തില്ല. ഇതൊക്കെ വെളിപ്പെടുത്തണം. ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഫോണിലേക്ക് മരിക്കുന്ന ദിവസങ്ങളിൽ എത്ര കോള് പോയിട്ടുണ്ടോ നോക്ക്. രാവും പകലും രാത്രിയിലൊക്കെ തുരുതുര വിളിച്ചോണ്ടിരുന്നു. ആര് അന്വേഷിക്ക്, നിങ്ങൾ അന്വേഷിക്ക്. ആരാ വിളിച്ചോണ്ടിരുന്നു? ആരായിരിക്കും വിളിച്ചത് അന്വേഷിക്ക്. തുരുതുര വിളിച്ചോണ്ട് ഇന്ന് വന്നേ പറ്റത്തുള്ളൂ, രാത്രി വന്നേ പറ്റത്തുള്ളൂ. വിളിച്ചോണ്ടിരുന്നപ്പം അവരവിടെ കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ അവരെ റൂമിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ രാവിലെ വന്നിരുന്ന അപകടം ഉണ്ടാകത്തില്ലായിരുന്നു, ഉറപ്പായിരുന്നു. തുരുതുര വിളിച്ചോണ്ട് ഇപ്പൊ ഞാൻ പ്രോഗ്രാം പോകുമ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചോളാം, ഇന്ന് തന്നെ വരണം, രാത്രി തന്നെ വരണം പറയുന്നത്. എന്നെ വിളിച്ചോണ്ടിരുന്ന ഞാൻ ചിലപ്പോ അലട്ടി രാത്രി തന്നെ ഞാൻ വരാൻ ശ്രമിക്കും. എന്റെ ഭാര്യ എന്നെ പറയട്ടെ എവിടെയും ദൂരെ പ്രോഗ്രാം വേണമെങ്കിൽ പിന്നെ റൂം എടുത്ത് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ വരാൻ പറയും എന്റെ ഭാര്യ പറയുന്നോട്. അല്ലെങ്കിൽ വണ്ടി ഞാൻ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ വരും. എന്തിനു വേണ്ടി ആയിരിക്കും ചേച്ചി എന്നാലും ഈ ഒരു സുധിച്ചേട്ടനെ അങ്ങനെ വെച്ച് വിളിച്ചിട്ടുണ്ടാവുക? അപ്പൊ ആളുകൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് അന്ന് ഈ പെൺപിള്ള ഇങ്ങനെ വിളിച്ച് വെറുപ്പിച്ച് രാത്രി വീട്ടിലോട്ട് പോയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. സംഭവങ്ങൾ സംഭവിച്ചു പോയി. ഒരു പക്ഷെ അവർ വീട്ടിലോട്ട് വരാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിന്റെ പിന്നാമ്പുറം ചെക്കൻ ഇനി നമ്മളാരും പോവുക വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ രേഷ്മ പി തങ്കച്ചന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ നാവാണ്. ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അവർ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയൊന്നും സോഷ്യൽ മീഡിയ വിമർശിക്കുന്നില്ല. ഇപ്പൊ ഈ ആദ്യം കാണിച്ച ചേച്ചി ആരാന്ന് പോലും എനിക്ക് അറിയത്തന്നെ ഇല്ല. അപ്പൊ നിങ്ങളെ ആരും സോഷ്യൽ മീഡിയ അധികമായിട്ട് അറിയാത്തത്, ജനങ്ങൾ കൂടുതലായിട്ട് അറിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സീസിലും കാര്യങ്ങളും നിറഞ്ഞു നിൽക്കാത്തത് കൊണ്ടാണ്. നിങ്ങളെ വീട്ടുകാരെയോ ഭർത്താവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെയോ ഒന്നും വിറ്റ് റീച്ച് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്താണ് നിങ്ങളെ 4 പേര് അറിയാത്തത്. 4 പേര് അറിയുന്നവരുണ്ടാവും, എന്നാലും കൂടുതലായിട്ട് അറിയാത്തത്. പക്ഷെ ഈ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം സുധി മരിച്ചു കഴിഞ്ഞ് ഇവർ എന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ
സുധിയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകള്, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങള്, ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ്, അത് ഇതെല്ലാം കൂടെ വിറ്റാണ് ഇവർ ഈ കണ്ട റീച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഇന്റർവ്യൂവിലും സുധിയുടെ മരണസമയത്തോ അല്ലെങ്കിൽ മരിച്ച ശേഷമോ ഉള്ള ഓർമ്മകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സെന്റിമെന്റ്സോ സെല്ലിയാതെ അവർക്ക് ആ ഒരു ഇന്റർവ്യൂ പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഇവർ ഇത്രയധികം വിമർശിക്കുന്നത് എന്നുകൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചനോട് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഞാൻ കണ്ടിടത്തോളം ഓൺലൈൻ മീഡിയക്കാർ ഒന്നിട്ട് തോളത്ത് കൈയുടെ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, ചോറ് വാരി കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും അവരതൊക്കെ ചെയ്യാൻ റെഡി ആവണം, അതിനൊക്കെ വില്ലിങ്ങായി നിൽക്കുകയാണ്. അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊന്നും മാറ്റാൻ വേണ്ടി നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നും കൂടെ പറയും. അവർക്കിപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവർ ഒരു മാസത്തിൽ എത്ര ഇന്റർവ്യൂ കൊടുക്കുന്നുള്ള കാര്യങ്ങളും കൂടെ സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. അവർ 5000 രൂപ ഒരു ഇന്റർവ്യൂക്ക് വാങ്ങുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 4 ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് 20,000 രൂപയായി. ഒരു മാസത്തിൽ 20,000 രൂപേൻ്റെയൊക്കെ ചിലവ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അവർക്കില്ല. പഠിത്തം കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫ്ലവേഴ്സാണ്. വീടുണ്ട് കയറി കിടക്കാൻ വേണ്ടി, കടങ്ങളോ ബാധ്യതകളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അത്രയും പൈസയുടെ ചിലവില്ല. എന്നാലും ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നത് കരീഷ്മ, പാന്റ് വാങ്ങിക്കൊടുക്കുന്നത് ഷാറുഖ് ഖാൻ, ചെരുപ്പ് വാങ്ങിക്കൊടുക്കുന്നത് കത്രീന കൈഫ്, ഇങ്ങനെയൊക്കെയാണ് അവർ വന്നിരുന്ന് പറയുന്നത്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലില്ല. വാച്ച് വരെ ഒരാൾ വാങ്ങി തന്നാണ്, ഉടുപ്പ് വേറെ ആൾ വാങ്ങി തന്നാണ്, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ദാരിദ്ര്യം പറഞ്ഞ് എത്രത്തോളം ഇങ്ങോട്ട് ഊറ്റാൻ പറ്റുന്നു അത്രത്തോളം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ദാരിദ്ര്യം പറയാതെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് എല്ലാ കാര്യം ശരിയാണോ എന്നും കൂടെ ചോദിക്കും. അതേപോലെ തന്നെ ചാനലിൽ സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അതും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. രേണുവിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ യൂട്യൂബേഴ്സിന്റെ അവസ്ഥ തന്നെയാണ്. ഇപ്പം ഒരു കണ്ടന്റിനെ കുറിച്ച് ഇത്രയധികം വീഡിയോ ചെയ്തിട്ടുണ്ടായത് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. അപ്പം ഗൈസ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.